ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇത് വാങ്ങിയൊന്നല്ല, ഫ്രീ കിട്ടിയതാണ്, വലിയമാർക്കൊക്കെ ഫ്രീ കിട്ടുക. ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക ഒരു കടയിൽ ചെന്നിട്ട്. അപ്പോൾ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും, സർ വിവോൻ്റെ ഈ ഫോണിന് 32,000 രൂപയാണ്. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ചോദിച്ച ചോദ്യത്തെ ഒന്ന് ആവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നി അയാൾ എൻ്റെ പക്ഷക്കാരനാണെന്ന് തോന്നി. അയാളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സംഗതിയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചത് വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചാൽ കറക്റ്റ് മറുപടി എന്താണ്? 32,000 റുപ്യാണ് എന്നാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെ അവിടെ ഇരുന്നോട്ടെ എന്ന് അതും വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനിത് എടുക്കണമെങ്കിൽ അയാൾക്ക് പരിശീലനം ലഭിച്ച കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും, സർ വിവോൻ്റെ ഈ ഫോണിന് 32,000 രൂപയാകുന്നു എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് മനപ്പൊരുത്തമുണ്ടാക്കുക എന്ന് പറയുന്നത്.